അപ്പോൾ രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ കഴിഞ്ഞ് അമ്മ ചായ തിളപ്പിക്കാനൊക്കെ വെച്ചു. അപ്പോൾ ചായ തിളപ്പിക്കുന്ന ആ ഒരു സമയത്ത് അമ്മ വലിയാച്ചനും ഗ്രാനിക്കും വേണ്ടിയിട്ടുള്ള കോൺഫ്ലെക്സ് ഒക്കെ എടുത്ത് വെച്ചു. അങ്ങനെ അവർ രാവിലെ കോൺഫ്ലെക്സ് ആട്ടോ കഴിക്കുന്നത്. അങ്ങനെ രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 6:45 ആയപ്പോഴത്തേക്കും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും മഴ തോർന്ന് നിൽക്കുന്ന ഭയങ്കരമായിട്ട് നല്ലൊരു മഞ്ഞ് മൂടി കിടക്കുമായിരുന്നേ. അങ്ങനെ ഗ്രാനി കുറച്ചു നേരം പറമ്പിക്കൊക്കെ നടന്നിട്ട് ഫ്രണ്ടിലത്തെ മാവിൽ മാങ്ങയുണ്ടോ നോക്കാൻ വേണ്ടി പോയി. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വാങ്ങിക്കുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അത് പിടിച്ച് നോക്കിയപ്പോഴത്തേക്കും എല്ലാം അത്ര പഴുത്തിട്ടില്ല. അപ്പോൾ പഴുത്തതെല്ലാം ഗ്രാനി പറിച്ചുകൊണ്ട് ബാസ്ക്കറ്റിലേക്ക് ഇട്ടു. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല മാങ്ങ കിട്ടി. അത് കഴിഞ്ഞിട്ട് മാങ്ങയെല്ലാം പറിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറകുവശത്തേക്ക് പോയപ്പോഴത്തേക്കും അമ്മ അവിടെ ഇരുന്ന് സവോള തൊണ്ട് പറിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ കഴിക്കാനാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു പൂരിയും മസാലയായിരിക്കുന്നു. അങ്ങനെ ഞങ്ങളതെല്ലാം കേട്ടിട്ട് ഞങ്ങൾ വില്യാസിൻ്റെ പറമ്പിലേക്കൂടെ ഒന്ന് നടക്കാനായിട്ട് പോയി. ഇത് കേട്ടോ കനാൽ, അതായത് അപ്പുറത്തെ ഈ കാണുന്ന റബ്ബർ തോട്ടവും ഇവിടെ ഉള്ള ജാതി തോട്ടവും മുറിച്ചുകൊണ്ട് പോകുന്ന ഒരു കനാലാണിത്. അപ്പം ഞാൻ വിലക്സും കൂടെ ജാതി തോട്ടത്തിൽ കൂടെ നടന്നു പോകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് മഞ്ഞ്, അതായത് പൈനാപ്പിൾ തോട്ടത്തിൽ ഭയങ്കരമായിട്ട് മഞ്ഞ് മൂടി കിടക്കുന്നത് കണ്ടായിരുന്നു. ഇതിനേക്കാളും കൂടുതലായിരുന്നു ഇച്ചിരി കൂടെ നേരത്തെ നമ്മൾ വന്നിരുന്നെങ്കിൽ. അങ്ങനെ ഞങ്ങൾ രാവിലെ ആ ഒരു പറമ്പിക്കൂടൊക്കെ വന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ ആദ്യം ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. അങ്ങനെ ഞാനും ഫെലിക്സും വലിയാച്ചനും ഗ്രാനിയും അമ്മയും കൂടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ വ്ലോഗ് തീർന്നു. അപ്പോൾ ഞങ്ങളെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.